അമ്മയായിട്ട് സംസാരിച്ചു, കക്ഷിയായിട്ട് ഇന്ന് വെള്ളം കോരാൻ അവിടെ ചെന്നപ്പോൾ സംസാരിച്ചു. അപ്പോൾ എവിടെ തെക്കുന്ന് കണ്ടുകൊണ്ട് വന്ന് എന്താ സംസാരിച്ചത്, എന്തിനാ സംസാരിച്ചത്, എന്തോ കാര്യം പറയാം, എന്തോ പെട്ടെന്ന് വയലൻ്റായിട്ട് അമ്മയെ പിടിച്ച് കറക്കി എടുത്തെറിഞ്ഞു. എറിഞ്ഞിട്ട് ഒരു കുടം വെള്ളം എടുത്ത് തലക്ക് എടുത്ത് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ കഴിയുന്നത്. നാട്ടിൽ അവിടെ നിന്നുള്ള നിങ്ങളുടെ ഈ ഒരു മനസ്സിന്റെ സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. നാട്ടിൽ വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്നോട് കാണിക്കാറുമില്ല. നല്ല സ്നേഹത്താര് പെരുമാറുന്നതും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് ഇവിടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് ഇവിടെ സാഹചര്യം മാറുന്നത്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഒക്കെ പറയാം. ഇങ്ങനെ ഇവർക്ക് ഭയങ്കര ഫോൺ ചെയ്തും രാത്രി കാലങ്ങൾ എൻ്റെ അമ്മ പിന്നെ അവിടെ കടയിൽ 2010 പോയപ്പോൾ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് വീണ്ടും. അങ്ങനെ ഇവള് രാത്രി ഭയങ്കര ഫോൺ ചെയ്തൊക്കെയാണെന്ന്. അപ്പം രാത്രി ആരോടെ സംസാരിക്കുന്ന തരത്തിലാണ് മുക്കളും മൂലും ഒക്കെ കേൾക്കാന്ന് പറയുന്നത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്തൊന്ന് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അത് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതേ പഴയ കണക്ക് തന്നെ എൻ്റെ അടുക്ക സംസാരിക്കാനും താല്പര്യമില്ല, നമ്മളോടൊരു ഒരു അതൃപ്തി പോലെ. അങ്ങനെ ഞാൻ അമ്മ എടുക്കലും പറഞ്ഞു, എൻ്റെ ചേച്ചി എടുക്കലും പറഞ്ഞു, ചേരക്കാരി എടുക്കലും പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്തോണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ ചെക്ക് ചെയ്ത് 2-3 ദിവസം അങ്ങനെ ചെക്ക് ചെയ്തപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഫോൺ വരുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കാൾ ഡൈവേർട്ട് ചെയ്തിട്ടേക്കണേന്ന് പറഞ്ഞു. അവിടെ മൊബൈലിൽ നിന്ന് എൻ്റെ ചേരക്കാരുടെ മൊബൈലോട്ട് കാൾ ഡൈവേർട്ട് ചെയ്തിട്ടേക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ളൊരു പെണ്ണിങ്ങനെ ആ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു ഇവളറിയാതെ. അങ്ങനെ 2 പേരുടെ നമ്പർ വന്നു. 2 പേരുടെ നമ്പർ വന്നപ്പം അതിന് മുമ്പൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ മാഡം. അപ്പോൾ ഈ 2009 തന്നെ ഞാൻ നടക്കുമ്പോൾ ചെറിയൊരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു. അവിടെ ഈ അമ്പളി എന്ന് പറഞ്ഞ കക്ഷിയുടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ആ കക്ഷിയുടെ ആ പെണ്ണും വേറൊരു പയ്യനോട്ട് ലൈനായിരുന്നു. എൻ്റെ പെണ്ണും പുള്ളി അതിനകത്ത് ചെറിയൊരു ചുക്കാൻ പിടിച്ച് ഫോൺ ചെയ്യുന്ന ഇവൾക്ക് ഒത്താശ എന്ന് കൊടുക്കുന്ന അവനെ ഫോൺ ചെയ്യുന്ന എൻ്റെ പെണ്ണും പുള്ളിയായിരുന്നു. ആ പെണ്ണിന് ഈ പയ്യനോട് സംസാരിക്കാൻ ഇവരുടെ നമ്പർ അവസാനം ഇത് രാത്രി വിളിയായി. രാത്രി ഇവർ തങ്ങളിൽ വിളിയായി. എന്തായാലും ആ പെണ്ണ അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു കിട്ടി, എവിളി ഇതിനകത്ത് പോയി. എൻ്റെ പെണ്ണും അത് രാജേഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ 2009 വന്നപ്പം ഒരു ഓട്ടോക്കാരൻ രാജേഷ് ഉണ്ടായിരുന്നു. അങ്ങനെ എവനോട്ടായിരുന്നു ഈ ഓട്ടം വിളിച്ച് രാജേഷ് വേറെ, ഈ ഓട്ടോക്കാരൻ രാജേഷ്. മനസ്സിലായി. ആ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പയ്യൻ അവളെ ഫോണിൽ വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ വൈഫിന്റെ ഫോൺ ഉപയോഗിച്ചു. പിന്നീട് അവര് തങ്ങളിലങ്ങ് ഒന്നായി, ഈ പെൺകുട്ടി പുറത്തുപോയി. എന്നിട്ട് അയാൾ എവിടെ പോയി? അയാളുടെ കാര്യം ആരാ പറഞ്ഞു നിങ്ങളോട്? അയാളുടെ ഡയറിയാണ്, അവരുടെ ഡയറിയാണ് എന്നോട്. ഡയറി പിന്നീടല്ലേ കണ്ടത്? ആ സമയത്ത് നിങ്ങൾ ആര് പറഞ്ഞറിഞ്ഞു? ആ സമയത്ത് അറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴൊരു സംഭവം അന്ന് ഇപ്പോഴേ അറിയുന്നുള്ളൂ. 2015 ഈ സംഭവം അറിയുന്നത് മൊത്തം. അതിപ്പോൾ ഞാൻ മാഡത്തോട് പറഞ്ഞതേ ഉള്ളൂ, അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തോട്ട് ഞാൻ 2011 പോയി. തിരിച്ച് ഇവളിങ്ങനെ ഫോൺ ഡൈവേർട്ട് ചെയ്തപ്പോൾ കാൾ 2 നമ്പർ വന്നു. ഒന്നൊരു പ്രദീപിന്റെ നമ്പരും. ആ പ്രദീപിന്റെ നമ്പറാണെന്നറിയത്തില്ല, 2 നമ്പർ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ അവരുടെ അമ്മ അതിന് മുമ്പ് ഇവള് വരുത്തിച്ച്. ഇത് നിങ്ങളുടെ നമ്പറിലോട്ട് നിങ്ങൾ ഗൾഫിലല്ലേ? അപ്പൊ ഇത് ഡൈവേർട്ട് ചെയ്ത് ആരുടെ നമ്പർ? എന്റെ ചേരക്കാരുടെ നമ്പറിലോട്ട് ഡൈവേർട്ട് ചെയ്തു. അപ്പൊ ഈ 2 നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ എവളെടുക്ക വിളിച്ച് ചോദിച്ചപ്പോ അന്നും ഇതേപോലെ പറഞ്ഞ് എന്റെ ദുഃഖങ്ങൾ അവരോട് പറയുന്നതാണ്. ഞാൻ വിളിച്ച എവിടെയൊക്കെ ചോദിച്ചപ്പോ നമ്പർ ആരുടെയാന്ന് ചോദിച്ചപ്പോ നീ എന്തിനാണ് അതിനെ വിളിക്കുന്നത് ചോദിച്ചപ്പോ നീ എന്തിനാ രാജേഷിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് എന്റെ ദുഃഖങ്ങൾ അവരോട് പറയുന്നതാണ്. അന്നേരം ഇതാണ്. അത് കഴിഞ്ഞ ചിലപ്പം അങ്ങനെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു നല്ലൊരു സൗഹൃദത്തിനാണെന്നോ പെണ്ണെന്നോ അല്ല, നമ്മുടെ ഒരു അയൽവക്കക്കാരോടോ ഒക്കെ നമ്മുടെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ചിലപ്പോൾ അവർ പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ദുഃഖമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുടുംബത്തിൽ ആരുമില്ല എന്നൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞാൻ അപ്പം ഈ മാഡം പറഞ്ഞാൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം ഇവള് എൻ്റെ ഡയറി, അവിടെ ഡയറിക്കകത്ത് അവൾ എഴുതി വെച്ചേക്കുന്നത് ഈ മറ്റേ പെണ്ണിൻ്റെ കാമുകനെന്ന് പറഞ്ഞില്ലേ, ആ രാജേഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് അവൾ എഴുതി വെച്ചേക്കാണ് ഞങ്ങൾ എന്നും ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അവൾ എഴുതി വെച്ചേക്കും എൻ്റെ ഉണ്ണിയണ്ണനെ കഴിഞ്ഞ് വേറെ ആരും ഇല്ലെന്ന്. ബന്ധപ്പെട്ടിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഡയറി എഴുതിയ എൻ്റെ ഉണ്ണിയണ്ണനിട്ട് കഴിഞ്ഞിട്ട് വേറെ ആരും, എൻ്റെ ഉണ്ണിയണ്ണനെ അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നെന്ന്. അപ്പോൾ പിന്നെ ഇവനോട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത പണിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അനന്തരവളുടെ ഇതിലോട്ട് ആ ഫോണും കൂടെ അങ്ങനെ ഞാൻ നമ്പറുമായിട്ട് തിരിച്ച് ഞാൻ അങ്ങനെ ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ എൻ്റെ പെങ്ങ എടുക്കലും പറഞ്ഞു, എൻ്റെ അമ്മ എടുക്കലും പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ നല്ല കിടക്കുന്നത്, ചേച്ചിയും ഉണ്ട്. അങ്ങനെ ഇവര് അതിൻ്റെ തെക്കേ വീട്ടിൽ മാറിയിരുന്നു ഒരു ദിവസം, ഞാൻ താമസിക്കുന്നതിൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ മാറിയിരുന്നപ്പം 2-3-ാമത്തെ ദിവസം ഒരാളിങ്ങനെ നടന്ന് ആ വാഴയുടെ തെക്കേസ്ഥ വാഴയുണ്ട്, വാഴയുടെ ചവിട്ടി കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവർ പുറകെ വന്നപ്പോൾ അമ്മ അതിന് അപ്പോൾ ഇവർ പുറകെ വന്നു കഴിഞ്ഞ് വടക്കേത്ത് വന്ന് കഥ തുറന്ന് കിടക്കുന്നു. അപ്പോൾ പെങ്ങളും ചേരക്കാരി പുറത്ത് നിന്ന് ചേച്ചി പെട്ടെന്ന് അടി അകത്ത് കഥ തുറന്ന് കിടക്കുന്നപ്പോൾ വെച്ച് അവൻ അകത്ത് കയറിയിട്ടുണ്ടെന്ന്, ആളകത്തുണ്ടെന്ന്.
അപ്പം ആൾ അന്നേരം അകത്തില്ലായിരുന്നു, ബാത്റൂമിൽ വരെ വന്നേ ഉള്ളൂ, പടിഞ്ഞാറ് ബാത്റൂമിൽ വന്നേ ഉള്ളൂ. അന്നേരം കഥ പറഞ്ഞിട്ടപ്പോൾ അമ്മ കണ്ട്. അപ്പോൾ അമ്മ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടപ്പോൾ ഇവള് പെട്ടെന്ന് ചാടി പെരയ്ക്കകത്ത് കയറി. അല്ല, കഥ അടച്ചില്ല. ചേച്ചി വിചാരിച്ച് ഇങ്ങനെ. അപ്പോൾ അന്നേരം എൻ്റെ ചാഴക്കാർ പുറത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ചാഴക്കാരുടെ മുമ്പിൽ കൂടെ ഇയാൾ ഇറങ്ങി തെക്കോട്ട് പോയി, ഓടിക്കളഞ്ഞു. ആരാന്നറിയാൻ വയ്യ. അന്നേരം ഈ രാജേഷ് എന്ന് പറഞ്ഞ കക്ഷിയാണെന്നും പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ, ഓട്ടോക്കാരൻ രാജേഷ്. അല്ല, എന്നാലും നമ്മുടെ പരിസരത്തങ്ങ് ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇവർക്ക് അത്ര അറിയത്തുമില്ലല്ലോ, അവർക്കാർക്കും അറിയാനും വയ്യ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വിഷയമായി. അപ്പോൾ ഇവക്കങ്ങ് ഭയങ്കര വെപ്രാളവും കാര്യങ്ങളൊക്കെ. എൻ്റെ ചേട്ടനൊക്കെ ചോദ്യം ചെയ്ത് അതിനുശേഷം പിന്നെ ഇവിടെ അമ്മ ഇനി വരുത്തിച്ച്. ചിലപ്പം ഇനി അവരും അറിയാതെ നിങ്ങൾ മറ്റുള്ളവരെ പോലെ അവർക്ക് എന്തോന്ന് അറിയാൻ വയ്യാതിരുന്നതെന്ന് എങ്ങനെ അറിയും? അത് പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റല്ലേ ഇതിന് ആരാന്ന് മനസ്സിലാവുന്നത്, കറക്റ്റ് ഈ ആളാരാന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇത് സംഭവം അറിഞ്ഞ ശേഷം വിശദാംശം നിങ്ങളെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഇവൾ എൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വീട്ടുകാരെല്ലാം കൂടെ കൂടി എന്നെ ക്രൂശിക്കുവാണ്, അത് എന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവൾ എൻ്റെ ഒക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ കയറി വന്ന്, അവരുടെ അമ്മയെ നാട്ടിൽ കയറി വന്നു. നാട്ടിൽ കയറി വന്നതിന് ശേഷം ഞാനിത് കാര്യങ്ങൾ ചോദിച്ച് ഞാൻ തന്നെ അങ്ങനെ അടിക്കാറും, പിന്നെ കൈപ്പശത്തെ അങ്ങനെ ഞാൻ അടിക്കുമെന്ന് ഇവിടെ അങ്ങനെ അടിക്കത്തുള്ളൂ, അങ്ങനെ വലിച്ചടിച്ചിട്ടുമില്ല. അതിൻ്റെ ഒരുപാട് കുറവ് എൻ്റെ ഭാര്യയ്ക്കുണ്ട്. അങ്ങനെ നാട്ടുകാരെല്ലാം പറയുന്നത് അതാണ്, അവളെ മര്യാദയ്ക്ക് നിർത്താൻ അറിയാൻ വയ്യാതെ പോയി. ഒരാളെ സ്നേഹിക്കുമ്പോൾ അടിച്ചാലും ഒരുവിധം പരിസരത്തെ ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇനി അറിയാനായിട്ട് ഇനി ചാനലിൽ കൂടെ ബാക്കിയുള്ള അറിയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അറിയാതെ ആ പരിസരം മൊത്തം, അവിടെ വീടിൻ്റെ അടുത്ത് മൊത്തം അറിഞ്ഞ സംഭവങ്ങൾ. ഇത് ആരാ ഈ ഓട്ടോ രാജേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ആരാ? അത് അതിന് പറ്റമുക്കിലുള്ള ഒരു കക്ഷിയായിരുന്നു. അയാളായി വന്നത് അയാളാന്നൊന്നും ആരാന്ന് അറിയത്തില്ല, കണ്ടില്ലല്ലോ, ഐഡന്റിഫൈ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതിനുശേഷം പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. എവളെന്ത് ചെയ്ത്, എവളവിടെ വീട്ടിൽ പോയി നിന്നിട്ട് എന്നെ കൊണ്ട് കേസ് കൊടുത്ത് എൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ 2011 ഈ സംഭവം അറിഞ്ഞ് നാട്ടിൽ വന്ന് ഇപ്പോൾ അത് ചോദ്യം ചെയ്യുകയോ അല്ല ചോദിക്കുകയോ ചെയ്ത്, അല്ലാതെ എൻ്റെ മാനം മര്യാദ എങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഒരു അമ്മയെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് അത് നോക്കിയില്ല. അവരങ്ങ് വിളിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചവറ സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുത്ത്. ചവറ സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ സംഭവം, അപ്പോൾ ഈ പ്രദീപ് എന്ന് പറഞ്ഞ കക്ഷി 2 നമ്പരും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിട്ട് ഞാൻ ഇതൊന്ന് അന്വേഷിച്ചപ്പം ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെയും പിന്നെ ഈ രാജേഷിൻ്റെ നമ്പറുമാണ് എനിക്ക് കിട്ടിയത്. പ്രദീപാലയം പന്മന ചിറ്റൂരിൽ നടക്കുന്നത്. അപ്പോൾ ഞാനിത് ആരാന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പം ഒരു ദിവസം എൻ്റെ കൈ വന്ന് ഈ കക്ഷി വന്ന് വീണ്. അപ്പോൾ ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രദീപ്, എനിക്ക് അന്നേരം ഞാൻ ഈ പ്രദീപ് എന്ന് പറഞ്ഞ കക്ഷിയെ കാണുന്നത്. ഞാൻ ചോദിച്ചു, പ്രദീപ്, എൻ്റെ പെണ്ണുപിള്ളേക്ക് നീ ഫോൺ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യുമായിരുന്നു. അത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്, പൊടിമോളെന്ന് പറയുന്നത് വിജിത. അപ്പോൾ ഞാൻ വിജിതയെ വിളിക്കുമായിരുന്നു. അത് പ്രിയ ചേച്ചിയുടെ മൊബൈലിൽ നിന്നാണ് ഞാൻ വിളിക്കുകയും ചെയ്യുന്നത്. അത് ഇവർ അപ്പോൾ അത് എൻ്റെ ഇടയ്ക്ക് അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞ്, നേരത്തെ വേറൊരു കക്ഷിയുടെ കേസ് അറിയാമല്ലോ മാഡത്തിൻ്റെ, ഞാൻ നേരത്തെ വന്ന് സൂചിപ്പിച്ചില്ലേ, അപ്പോൾ ഇനി ഒരു സംഭവം ഉണ്ടാവരുത്. ഈ സംഭവം ഞാൻ അറിയുന്നില്ലല്ലോ. നീ അന്ന് അപ്പോൾ ഇന്ന് അവിടെയൊക്കെ അറിയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത പണിക്ക് നടക്കരുത് എന്ന് ഞാൻ വിളിച്ച് താക്കീതയും കൊടുത്ത്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായി. ഞാൻ ഈ പ്രദീപ് എന്ന് പറഞ്ഞ കക്ഷിയുടെ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ദൃഢീകരിക്കാൻ വേണ്ടി ഈ വിജിത എന്ന് പറഞ്ഞാൽ പൊടിമോ എടുക്കാൻ പോയി ചോദിച്ച്, ഈ നമ്പർ എങ്ങനെ വിളിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഈ പ്രദീപിനെ കുറിച്ചൊരു സംശയം വരേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ പിന്നെ രാജേഷ് എന്നാന്നുള്ള ചിന്താതി എനിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സംഭവം എന്നിട്ട് എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എസ് ഐ എടുക്ക ചെന്ന ചവറ എസ് ഐ ഞാൻ എവളെ മാനസികമായിട്ട് പിന്നെ പീഡിപ്പിക്കുന്നു എന്ന്, എവളെ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ട് കേസ് കൊടുത്തത്. ആ ഇരുത്താർക്ക് മൊത്തം അറിയാതെ. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഈ ഗൾഫിൽ നിന്ന് വന്നത്, ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് കാശ് അയച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇവിടെ കാണിച്ചത്. അപ്പം എസ് ഐ എന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിനക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കണോ ഈ മാര് പണികൾ കാണിക്കണമെന്ന് വെച്ചാൽ. അങ്ങനെ തള്ളയെ മോളെ ഒരുപാട് ശാസിച്ച എസ് ഐ. കാര്യം എൻ്റെ കയ്യിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചതിന് ശേഷം അവിടെ നടക്കാഞ്ഞ് നേരെ അങ്ങ് ഈ ബിന്ദു എന്ന് പറയുന്ന പതാരത്തുള്ള അവിടെ അമ്മാവിയുടെ മോള്, അവളും ഇവിടെ കൊണ്ടുവന്ന് വനിതാ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തു. കൊല്ലത്ത് വനിതാ സെല്ല്. അങ്ങനെ വനിതാ സെല്ലിൽ തന്നെ വിളിപ്പിച്ച് ഞാൻ അവിടെ ചെന്ന് എൻ്റെ പാസ്പോർട്ടും ഞാൻ വന്ന ടിക്കറ്റുമായിട്ട് ഞാൻ ചെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഈ നമ്പറുമായിട്ടും ചെന്ന് അന്നേരം ചെന്നിട്ട് ഇതേ കാര്യം ഇപ്പോൾ ഇവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവർ പറഞ്ഞു, എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോൾ നിനക്കൊക്കെ എന്താ സോക്കടക്കാന്നൊക്കെ ഈ എസ് ഐ ഒക്കെ ചോദിച്ചവർക്ക്. അവിടെ ഒന്നും നടന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞാൽ ഇയാൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാനിഞ്ഞ് പോരുന്നു. അതും നടക്കാഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവരുടെ. കാരണം നമ്മൾ തെറ്റ് ചെയ്തു പോയില്ലോ. കാരണം ഇവർക്ക് അന്വേഷിച്ച് കൊടുക്കാൻ ഞാൻ ഗൾഫിൽ പോയി അന്വേഷിച്ച് കൊടുത്തോണ്ടിരിക്കുമല്ലോ. തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നടക്കാമെന്ന് ചക്കോളി സ്റ്റേഷനിൽ അവരെ സ്റ്റേഷൻ അതിർത്തി കൊണ്ടുവന്ന്, അന്ന് കാമറ സാറായിരുന്നു അവിടെ ഇരുന്ന്, എന്നെ വിളിപ്പിച്ച്. ഞാൻ ചോദിച്ചു, എന്തിനാ സാറേ എന്നെ ഇങ്ങനെയൊക്കെ വിളിപ്പിച്ചിട്ടാണ് ഞാൻ ഇനിയും വരണമെന്ന് ചോദിച്ചു. ഇയാൾ വരാൻ പറഞ്ഞു, ഇയാളെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അങ്ങനെ ഞാൻ കക്ഷി ഈ ചവറയിലും കൊല്ലത്തും പറഞ്ഞതുപോലെ ഞാൻ അവിടെയും പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ച് വീണ്ടും വഴക്ക് പറഞ്ഞു. അത് ഞാൻ ഇനി വീട്ടിൽ പോരുന്നതിന് ശേഷം ഇവൾ ഇവിടെ നിന്ന് പോയി വാടക ഇവിടെ ഒഴിഞ്ഞ് കിടക്കുക. പിന്നെ ഞാൻ വല്ലതും കഴിക്കുന്ന എൻ്റെ വീട്ടിൽ പോയാൽ പെങ്ങളുടെ അടുക്കലാൻ പോയാൽ കഴിക്കും. എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മോൻ എന്നെ വിട്ട് പോകത്തില്ല. കാരണം ഇവൾ അത്ര ഉപദ്രവിക്കും കുഞ്ഞിനെ.
ശരിക്കും ഉപദ്രവിക്കും. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പം അത് ഞാൻ അറിയുന്നില്ലല്ലോ. പക്ഷെ ആ കുഞ്ഞിൻ്റെ പഠിത്തവും പോയി. അന്ന് നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഈ 2011 കുഞ്ഞ് നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്താ പഠിത്തം പോകാൻ കാര്യം? സ്കൂളിൽ പോവാതെ അവന് ഫിക്സ് വരുമായിരുന്നു കൊച്ചിന് 6 വയസ്സ് തൊട്ട്. അപ്പോൾ അതിനെ അത്ര ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും മനസ്സിന് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കയറി ചൂടടിക്കും. നമ്മൾ ഓർക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ അവന് നല്ല ടെൻഷനുണ്ട്. ഈ ഇങ്ങനെ തള്ളയും ഞാനോട്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നതിനൊക്കെ നല്ല വിഷമമുണ്ട്. രണ്ടാമത്തെ മോളെയും കൊണ്ട് അവൾ പോയി. അതിനുശേഷം ഞാൻ പിന്നെ ഇവളെ ചെന്ന് വിളിച്ച് ഇവൻ ഈ ഫിക്സ് വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഈ കൊച്ചിനെ നോക്കിയത് പോലുമല്ല, വന്നതുമില്ല, കൊച്ചിന് എങ്ങനെയുണ്ട് അല്ലെ എന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്യല്ലോ തള്ളയെന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ പോയി വിളിച്ച് അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് കാല് പിടിച്ച് വേണമെന്ന് കൊണ്ടുപോയതെന്ന് പറയാം അവളെ. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓർത്ത് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓർത്ത് ഞാൻ വീണ്ടും പോയി കൊണ്ടുവന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തതിന് ശേഷം അവിടെ ഒരു അക്ഷരം അതിനെക്കുറിച്ച് ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. ഇതിനെക്കുറിച്ച് നടന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്നവരെ. വീണ്ടും ഒന്നിച്ച് ഈ 2015 എൻ്റെ കൂടെ പോകുന്നത് വരെ ഞാൻ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ മൊബൈലായിരുന്നല്ല പ്രശ്നം. ഞാൻ മൊബൈൽ 2 കുഞ്ഞ് മേടിച്ച് വെച്ചു. വീണ്ടും വന്ന് ഒരുമിച്ച് മറ്റേ വാടക വീട്ടിൽ തന്നെയാണോ? വാടക വീട്ടിൽ തന്നെ താമസിച്ചു. അവിടെയാണ് വീണ്ടും ഒരു കുഞ്ഞൂടുണ്ടാവും. എന്നിട്ട് അവരെ അമ്മയെ ഞാൻ കൊണ്ടുവിട്ട് ഈ 2000 എൻ്റെ പേര് കേസ് കൊടുത്ത് പിന്നെ ലോകിയായിട്ടൊക്കെ പോയി ഞാൻ. എന്നിട്ട് അവരെ അമ്മയെ കൊണ്ടുവിട്ട് 1.5 മാസം അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്നൊരു കുഞ്ഞ് ജനിച്ച് ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞ് ജനിച്ചു. പിന്നെ ആ കുഞ്ഞ് അതിൻ്റെ ആയിട്ട് അങ്ങ് നീങ്ങിയത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് അസുഖമൊക്കെയാണ് ഇവർക്ക്. ഇവക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. 2011 പ്രസവം കഴിഞ്ഞ് ഞങ്ങൾ ഈ കഴിഞ്ഞതിന് ശേഷം പിന്നെ പതാരത്ത് പോയി 2 മാസം താമസിച്ചായിരുന്നു ഞാൻ. ഈ പ്രശ്നം നടന്നതിന് ശേഷം 2 മാസം പതാരത്ത് പോയി താമസിച്ചു. ഈ വീട് ഞാൻ താമസിച്ചിരുന്ന വീടാൻ കഴിഞ്ഞ് 2011 വേറെ വീട് വാടക അല്ല. അങ്ങനെ പെട്ടെന്ന് എനിക്ക് പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് വീടും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, തക്കാലം നമുക്ക് പതാരത്തോട്ട് വന്നു. ഈ പൊറുതിയും പറക്കി പതാരത്ത് പോയി. പതാരത്ത് പോയപ്പോൾ 2 ഫോണ് ഉണ്ട്. ഒരു ഫോണേ ഞാൻ കൊടുത്തിട്ട് പോയത്. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഫോൺ ഞാൻ പിന്നെ തള്ള വിളിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോകുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ, തള്ള വിളിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, ഞാൻ അങ്ങ് കൊടുത്ത ഫോൺ. അതിനുശേഷം നിങ്ങൾ ഗൾഫിൽ പോയില്ലേ? 2011 വന്നതിന് ശേഷം പോയിട്ടില്ല, ഇവിടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ പണിക്ക് ഇവിടെയുള്ള നാട്ടിൽ പണിക്ക് പോകും. പിന്നെ അങ്ങനെ ഈ ഫോൺ ഞാൻ കൊടുത്തതിന് ശേഷം ഇവള് പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പാടിച്ചല്ലോ. എന്നെക്കാട്ടിൽ അറിയാം അവൾക്ക് ഫോൺ എന്തെല്ലാം ചെയ്യണമെന്ന്. അത് ആരെങ്കിലും കണ്ട് പഠിച്ചാൽ ഒരു വട്ടം കണ്ടാൽ മതി. പക്ഷേ എന്തോ വേണമെങ്കിലും അറിയാൻ പറ്റും. ഒരൊറ്റ പ്രാവശ്യം കണ്ടാൽ 2ാമത്തെ പ്രാവശ്യം അവളത് ചെയ്തിരിക്കുക. അത്രയ്ക്ക് നല്ല ബുദ്ധിയും കഴിവുക. അതിനുശേഷം ഇവള് പിന്നെ 2011 പ്രസവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരെ വീട്ടിൽ 2 മാസം താമസിച്ചു. അവിടെ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ. കാരണം വെച്ചാൽ അവിടെ ആരും അത്ര നമുക്ക് അവിടെ ചെന്നാൽ ഒരു 100 രൂപ കടം ചോദിക്കണമെന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്തവരൊക്കെ ചെന്ന് ചോദിക്കാനൊക്കത്തില്ല. എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ ആരുടെയൊക്കെ ചോദിച്ചാലും നമുക്ക് അത്രയും സഹായിക്കാൻ എൻ്റെ കൂട്ടുകാരായാലും എന്നെക്കാട്ടി മുതിർന്നവരുമായിട്ടാണ്, 2-3 വയസ്സിന് മുതിർന്നവരുമായിട്ടാണ് ഞാനുള്ള. അവർക്കും അറിയാം. അവരെ വീട്ടിൽ ഞാൻ പോകും, എൻ്റെ വീട്ടിൽ അവർ വരും. അങ്ങനെയുള്ള സഹകരണം, അത്ര നല്ല സഹകരണം എല്ലാവരുമായിട്ടും. അത്രയൊക്കെ നല്ല മതിപ്പും കാര്യങ്ങളുമായിട്ട് ഇവൾ വന്നായിരുന്നു ഈ 2015 വരെയും. ആ ഒരു നിമിഷം കൊണ്ടെടുത്ത് കളഞ്ഞിട്ടാണ് ഈ പണിക്ക് 2015 ഇത് കാണിച്ചിരിക്കുന്നത് ഇവൾ. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചു, വളരെ നന്നായിട്ട് താമസിച്ചു. 3ാമത്തെ കുഞ്ഞായി. ആൺകുഞ്ഞാണോ? അല്ല, 3ാമത്തെ പെൺകുഞ്ഞ്. അങ്ങനെ 3 കുഞ്ഞുങ്ങളായി. 3 കുഞ്ഞുങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ 2 മാസം താമസിച്ചുള്ളൂ. അപ്പം പിന്നെ അവിടുന്ന് ഞാൻ വേറെ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ പന്മന തന്നെ വന്നു. പന്മന വന്ന് പിന്നെ ഇവിടെ ഞാൻ പണിക്ക് പോയി. പിന്നെ ഞാനൊരു ആക്റ്റീവ എടുത്തായിരുന്നു. ആക്റ്റീവ എടുത്ത് പിന്നെ ഇവള് പഠിച്ച് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവള് പോവും, വരികയൊക്കെ ചെയ്യും. പിന്നെ താമസിച്ചെന്നുണ്ട് വീട്ടിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. എന്നോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ചെറിയതായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കടമില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ കടവും ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് എല്ലാം കടം മേടിക്കുന്ന അവിടുന്ന് മേടിച്ചാലും കൊടുക്കുന്നുമുണ്ട്. നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നല്ല നാളെയാലും കൊടുക്കുന്നുണ്ട്. അവരെ അമ്മ വല്ലപ്പോഴും അയച്ച് സഹായിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് ഒരു പ്രശ്നമില്ല. പിന്നെ ചെറിയ പൊട്ടിത്തെറികളേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് ഞാൻ വീട് മാറി എൻ്റെ വീടിന് തൊട്ടടുത്ത് വന്നു. അപ്പോൾ അത് 2500 രൂപ വാടക നമുക്ക് താങ്ങാനൊക്കത്തില്ല. 3 കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ വേണം 10,000 രൂപ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ എനിക്ക് താങ്ങാനൊക്കാത്ത കണ്ടീഷൻ വന്നപ്പോൾ 6 മാസം അവിടെ താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഷെഡിൽ തൊട്ടടുത്ത് തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ അയ്യത്ത് തന്നെ ഒരു ഷെഡിലോട്ട് മാറി. അത് 1000 രൂപ വാടകയ്ക്ക് ഞാൻ മാറി. അപ്പോഴും പ്രിയ വളരെ ഹാപ്പി ആയിരുന്നു തന്നെയാണ്. ഈ കുഞ്ഞുങ്ങൾ പിന്നെ മോൻ്റെ ഫിക്സിനൊക്കെ കുറവുണ്ടായി. മോൻ്റെ ഫിക്സിനൊക്കെ പിന്നെ മെഡിക്കൽ കോളേജ് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്കൊക്കെ അപേക്ഷ കൊടുത്തു. അതിന് ചെറിയ സഹായങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം ഇവള് പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോവും. തൊഴിലുറപ്പിനൊക്കെ പിന്നെ എൻ്റെ ഇടയ്ക്ക് പോയിട്ട് വലിയ പിന്നെ നമ്മൾ കൊച്ചു ഷെഡാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം എന്തിനുമുണ്ട്. അങ്ങനെ ഈ റേഷൻ കാർഡിൻ്റെ ആവശ്യമായിട്ട് തള്ള വന്നു. അതിന് മുമ്പ് തന്നെ എൻ്റെ ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഇവർക്ക് മൊബൈലില്ലായിരുന്നു. അപ്പോൾ എവിടെ സുഹൃത്തുണ്ട്, അവർക്കൊരു മൊബൈൽ കൊടുത്തായിരുന്നു. ആ മൊബൈലിനകത്ത് പിന്നെ ഇവള് ഇളവ് വരുന്നത്. ഒരു ദിവസം ഞാൻ ചോറിനോട്ടിരുന്ന കൂട്ടത്തിൽ പിന്നെ ഈ മൊബൈൽ ഒരു ഫോൺ വന്നു. ഞാൻ ചോദിച്ചു, ആരാടി?
അതാരുമില്ല, അമ്മയാ. നോക്കട്ടെടി, എന്തോ എടുത്തോണ്ട് ഒറ്റ ഓടി കിഴക്കൂടെ കറങ്ങി വേറെ എങ്ങാണ്ട് പോയിരുന്നു. കിഴക്കല്ല പയ്യൻ പറഞ്ഞ് അവൾ ആ ചീനിക്കമ്പിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നതെന്ന്. അവളെ കഴിഞ്ഞ് വിളിച്ചോണ്ട് പോയിരുന്നു. ഞാൻ എന്തിനാടി നീ ചെരുപ്പ് നീ ഓടിയെന്തിനാടി മൊബൈലും കൊണ്ട്? അത് അണ്ണടുത്ത് പൊട്ടിച്ചു കളഞ്ഞാലോ എന്നും പറഞ്ഞ് ഓടിയാന്ന്. അപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നാൽ നോക്കണം. അപ്പം അത് മാത്രമല്ല, പിന്നെ ഞാൻ ഈ പണിയും കഴിഞ്ഞ് വന്നാൽ ഞാൻ കഴിക്കത്തില്ലെന്നല്ല പറയുന്നത്. ഞാൻ 600-700 രൂപയുടെ പണിക്ക് പോകും. ഞാൻ 5 പൈസ കട്ട് വെക്കത്തില്ല. ഞാനത് അവിടെ കൈ കൊടുക്കും. കാരണം അവിടെ അത് വൃത്തിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്ന് ഞാൻ 100-150 എടുക്കും. 100 രൂപ ഞാനെടുത്ത് ചിലപ്പം വൈകുന്നേരത്തെയോ ജോലിക്ക് പോയിട്ട് വന്ന് പണിക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ഫോട്ടോ മേടിച്ച് കഴിച്ചെന്നിരിക്കും. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവൾ ആഹാരം വല്ലതും വെക്കും രാത്രിയിൽ. ഞാൻ അവിടെ നിന്നാണ് അടുക്കളയിൽ നിന്നാണ് കഴിക്കുന്നത്. മക്കളൊക്കെ അകത്ത് ഇപ്പുറത്തിട്ട് TV കണ്ടുകൊണ്ടിരിക്കും. അത് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വഴക്കോ ഒന്നുമില്ല. പക്ഷെ ഇവക്ക് പെട്ടെന്ന് ഈ വയലൻ്റ് ആവാറുണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഞാനങ്ങ് സൈലൻ്റ് ആക്കി കൊടുക്കുവാണ്. കാരണം വെച്ചാൽ 3 കുഞ്ഞുങ്ങളായപ്പം പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പിന്നെ പഴുവിൻ്റെ പരമാവധി അങ്ങ് ഒഴിയാറുണ്ട്. ഒച്ച ഭയങ്കരമാണ്. ഒച്ച ഭയങ്കരമെന്ന് വെച്ചാൽ ഞാനിച്ചിട്ട് കഴിച്ചാൽ ഞാൻ ഉറക്കെ സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ പിന്നെ മിണ്ടാറേ ഇല്ല. അതേ കണക്ക് തന്നെ രാവിലെ ചായ അനത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ കിഴക്കേസ് എന്ന് അടുക്കളക്കകത്ത് എന്ന് പറഞ്ഞാൽ കിഴക്കേത്ത് കേൾക്കാം. ഞാൻ നീന്തനെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഇവിടെ അറിഞ്ഞാൽ പോരെ, അങ്ങ് ഉറക്കെ പറയും. ഉറക്കെ അങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് സൈറ്റിൽ. പൊതുവെ ഇവർക്ക് ബഹളം ഉണ്ടാക്കുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകൾ കുറയുമ്പോഴാണോ അത് കറക്റ്റാണ് മാഡം പറഞ്ഞത്. ആ സാമ്പത്തികമായിട്ടുള്ള ഒരു എന്തിന് വരുമ്പം അതിന് ചിലപ്പോൾ ജോലി കാണത്തില്ല. 600 രൂപയ്ക്ക് ഒരു 600 രൂപ വീട്ടിൽ ഒരു ദിവസം കിട്ടുന്നു, അവരും തൊഴിലുറപ്പിന് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ല സാധാരണഗതിയിലാണെങ്കിൽ. പക്ഷെ കുറച്ചുകൂടെ ആഡംബരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ആഡംബരം എന്ന് പറയുന്നത് ഭയങ്കര ആഡംബരമാണ്. അവക്ക് ഞാൻ ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യം അന്നേരം വരുന്ന കണ്ടങ്ങ് പോകുക എന്നുള്ള ചിന്താഗതിയാണ് അവിടെ. 5 പൈസ അവർ സ്വരൂപിച്ചിട്ടില്ലെന്ന് അവര്. ആ സ്വരൂപം എന്ന് വെച്ചാൽ കാതിൽ കിടക്കുന്നതും പിന്നെ ദേഹത്തിടുന്നതും സാരി, ആ അലമാരിക്കകത്ത് നിറച്ച് സാരികളാണ്. അത് അവിടെ അമ്മ കൊടുത്തയച്ചായാലും എന്തോ ആയാലും ശരിയാണ്. അപ്പോൾ നമുക്കത് മേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ഭർത്താവ് പിന്നെ അമ്മക്കും കാണുമായിരിക്കും ചിലപ്പോൾ അങ്ങനെ അവർക്കൊരു മേടിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം അപ്പം കാണും. പക്ഷെ നമ്മുടെ കാശ് കാണത്തില്ല അന്നേരം. ഈ 700 രൂപ ജോലിയും ചെയ്തുകൊണ്ട് വരുന്നവന് പിന്നെ എൻ്റെ ബർത്ത്ഡേ അന്ന് അല്ലെങ്കിൽ എൻ്റെ പിന്നെ വിവാഹ വാർഷികം വരുവാണെങ്കിൽ ചിലപ്പം അന്ന് ഈ 700 രൂപ കിട്ടുന്നു. 700 രൂപ സാരി മേടിച്ചാൽ എൻ്റെ വീട്ടിൽ പിന്നെ ചിലവ് വഴിയുണ്ടായി. അങ്ങനെ 2015 ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണും. അന്ന് ഈ ഫോൺ വിളി ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കും, ഫോണിനകത്ത് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. എൻ്റെ എന്നെ അങ്ങ് സംശയമാണ്. അന്നേരം പിന്നെ ADS-നകത്ത് ശ്രീശക്തിക്കകത്ത് ഇതിനകത്തെല്ലാം കയറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എല്ലാവരും കയറുന്നേ കൊള്ളാം, എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ പോകണം, ആവശ്യത്തിന് പോകണം, തിരിച്ച് വീട്ടിൽ വരണം. അപ്പോൾ പിന്നെ അവരെല്ലാം മൊബൈലിലൊരു ചെറിയ സംശയം ഏതായാലും എനിക്കുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് എടുത്തു വെച്ച് നോക്കിയത്. അപ്പോൾ പിന്നെ ഈ മൊബൈലിനകത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അമ്മ വിളിച്ച കാള് വേറെ കാളുകളൊന്നുമില്ല. പിന്നെ 2-3 വട്ടം 2 കാള് വന്നിട്ട് ഞാനത് ചോദിച്ചപ്പോൾ മിണ്ടിയില്ല. എന്തോ ചെയ്ത് അത് അതേ ഉണ്ടായിരുന്നല്ലോ, വേറെ ആരും വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നെ അത് മനസ്സിലായത് ഈ ഇറങ്ങിപ്പോയ ശേഷം. അപ്പോൾ കാള് വന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ സന്ധ്യയ്ക്ക് കാള് വന്ന് ഞാൻ എടുത്തപ്പോൾ മിണ്ടിയില്ല, സംസാരിക്കാതെ 2 വട്ടം വന്ന്. ആ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് പിന്നെ ഞാനത് കളയുകയും ചെയ്ത്. ചിലപ്പോൾ ആരെങ്കിലും അറിയാതെ വന്ന് ഒരു നമ്പർ മാറിയൊക്കെ അറിയാമല്ലോ, ഞാനത് കളയുകയും ചെയ്തത്. അതിനുശേഷം പിന്നെ 2015 അവരെ അമ്മ വന്ന് 15 ഫെബ്രുവരിയിൽ അവരെ അമ്മ വന്ന്. ഇവരെ അമ്മയും വന്ന് ഇവരെ കുഞ്ഞമ്മയെന്ന് വന്ന പിന്നെ ബേബിയുടെ തള്ള. ഇവർ തള്ളാണ്. ഞാനിവിടെ എയർപോർട്ടിൽ വന്ന് വിളിച്ച് അവരെ കൊണ്ടുവന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് പണിക്കും പോവും. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും പണിക്ക് പോയിട്ട് അവൾ തൊഴിലുറപ്പിനും പോവും. പോയിട്ട് ഒരു ദിവസം പടിഞ്ഞാറ മുക്കിലോട്ട് ഞാൻ പോയപ്പം എൻ്റെ അടുക്ക് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, എന്തുവാടേ നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഒരു ജീവിതം തുലയ്ക്കുന്നത്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണെന്ന് എൻ്റെ അടുക്ക് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് ഉരുകാതെ ഉരുകിപ്പോയി. ഒരു പെണ്ണുമ്പിള്ളയെക്കുറിച്ച് ഒരാളിങ്ങനെ അവിവിധ ഒരു ബന്ധം ഉണ്ടെന്ന് പറയുമ്പം ഒരു ഭർത്താവ് എന്നുള്ള നില നമ്മളെന്തോ ചെയ്യും? ഞാനങ്ങനെ 2ഉം കഴിഞ്ഞ് ഞാൻ ഒരക്ഷരം പോലും മിണ്ടില്ല. അത് കേട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചതുമില്ല, ഒരാളിന്റെ പേര് പറഞ്ഞു, അയാളുമായിട്ടാണ് ബന്ധമെന്നും പറയുന്നു. ഞാൻ അക്ഷരം ചോദിച്ചില്ല. ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കുന്ന എന്തിനാന്ന് ചോദിച്ചെൻ്റെ അടുക്ക് അങ്ങയുടെ പെണ്ണുമ്പിള്ള. അപ്പോൾ ഇന്ന ആളുടെ ആണെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഒരക്ഷരം പോലും മിണ്ടില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അത് രാവിലെ ഞാനന്ന് പണിക്ക് പോകണ്ട, ഞാൻ പണിക്ക് പോയില്ല. ഞാൻ പണിക്ക് പോകാതെ ഈ വിജിത എന്ന് പറഞ്ഞ പൊടിമോടെ ചേട്ടത്തി എൻ്റെ വീടിന് ഒരു 3-4 വീടിന് പടിഞ്ഞാറ് വശമാണ്. അപ്പോൾ ഞാൻ രാവിലെ അവിടെ ചെന്നവരെ വിളിച്ച് ഒരു ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, മഞ്ജു എന്നാ പേര്. ഞാൻ ചോദിച്ചു, മഞ്ജു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഞാൻ ഇന്നലെ അറിഞ്ഞ്, അത് എന്തോ അതിനകത്ത് വല്ല വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു. ആണെണ്ണ അത് ഇങ്ങനെയൊക്കെ ചേച്ചി അല്ലേ?
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ അറിഞ്ഞ അണ്ണൻ്റെ ഒക്കെ പറയാനായിട്ട് പല വശം. പിന്നെ അണ്ണൻ്റെ കുടുംബജീവൻ തകർക്കുന്നതിന് എൻ്റെ കുഞ്ഞമ്മയൊക്കെ അവിടെ വന്നപ്പോൾ ഒന്നും അണ്ണനില്ലായിരുന്നു. പല വട്ടവും ഇങ്ങനെ ചോദിച്ച്, അപ്പോൾ ചോദിച്ചപ്പോൾ ഒന്നും അണ്ണനെ കണ്ടില്ല, അണ്ണൻ എവിടെയൊക്കെ പറയുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനന്നേരം ചോദിച്ചു, പൊടിമോളെ കാണാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അവൾ അങ്ങ് പടിഞ്ഞാറാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ 4 കിലോമീറ്റർ അപ്പുറമാണ്.